Dr. Mary Aloysius, pathologist, SUT Super Specialty Hospital, Patna. World Blood Donors Day June 14th ആയിട്ടാണ് ആചരിക്കുന്നത്. അത് കാൾ ലാൻസ്റ്റീനോ എന്നൊരു സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം, അത് കണ്ടുപിടിച്ച് അതിന്റെ നോബൽ പ്രൈസ് വിന്നറാണ് ഇദ്ദേഹം. ഈ ദിവസം പ്രത്യേകം അതിനു വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ തീം ഫോർ ദി ഡേ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ജൂൺ 14 is one drop of humanity, give blood, save lives. അതായത് ഒരു തുള്ളി രക്തം നൽകുന്നത് വഴി നമുക്ക് ബ്ലഡ് നൽകുകയും ചെയ്യാം, ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. ഇതാണ് ഈ 2026 തീം. ഇതിനായി നമ്മൾ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ, അതായത് സന്നദ്ധ രക്തദാനം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രത്യേക ദിവസം സന്നദ്ധ രക്തദാതാക്കൾ അവർ റെഗുലർ നോൺ റെമ്യൂണറേറ്റഡ് വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് ആയിരിക്കണം. അതായത് പ്രതിഫല ഇച്ഛയില്ലാതെ നിശ്ചിത കാലയളവിൽ രക്തം ദാനം ചെയ്യുന്നവരായിരിക്കണം. അവരെയാണ് രക്തബാങ്കുകൾക്ക് സുരക്ഷിതമായ രക്തം ശേഖരിക്കുന്നതിന് ആവശ്യം. 18 മുതൽ 65 വയസ്സുള്ള ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. ഇവർ നിശ്ചിത കാലയളവിൽ, അതായത് ബ്ലഡ് ബാങ്ക് നിർദ്ദേശിക്കുന്ന 3 മാസ കാലയളവിൽ അവർ രക്തദാനത്തിനായി രക്തബാങ്കുകളിലോ അതോ സന്നദ്ധ രക്തദാനം നടത്തുന്ന ക്യാമ്പുകളിലോ ചെല്ലാം. അങ്ങനെ ലഭിക്കുന്ന രക്തം നമ്മൾ സ്ക്രീനിങ് പ്രൊസീജിയറും അതിൽ കൂടി നടത്തുന്നു. സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് രക്തത്തിൽ കൂടി പകരുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. WHO ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മളിപ്പോൾ ഹോൾ ബ്ലഡിന് ഒരു സോഴ്സ് മെറ്റീരിയൽ, അതായത് റോ മെറ്റീരിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ലഭിക്കുന്ന ഈ ഹോൾ ബ്ലഡ് ആയിട്ട് രോഗികൾക്ക് നൽകുന്നില്ല. ഈ ഹോൾ ബ്ലഡിനെ നമ്മൾ വേണ്ട രക്തഘടകങ്ങളായിട്ട് വേർതിരിച്ചെടുക്കുന്നു. ഈ രക്തഘടകങ്ങൾ വേണ്ട പോലെ, അതായത് ഓരോ രോഗിക്കും ഓരോ രോഗാവസ്ഥയ്ക്ക് വേണ്ട രീതിയിലുള്ള രക്തഘടകങ്ങൾ നൽകുന്നതാണ്. നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ രക്തഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മൾ CHRBC എന്ന് പറയും, കോൺസെൻട്രേറ്റഡ് ഹ്യൂമൻ റെഡ് ബ്ലഡ് കോർപ്പസൽസ്. പിന്നെ FFP ഉണ്ട്, ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, ദെൻ പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ്. ഈ ഘടകങ്ങളാണ് പ്രധാനമായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഘടകങ്ങൾ രോഗിക്ക് ഏത് അവസ്ഥയിൽ ഏത് ഘടകമാണ് വേണ്ടത് അതനുസരിച്ചാണ് നൽകുന്നത്. ട്രാൻസ്ഫ്യൂഷൻ സർവീസസ്, ഇപ്പൊ കുറച്ചും കൂടി അടിവരയിട്ട് നമ്മൾ പറയുന്നത് സേഫ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് എന്നാണ്. ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോണർ സെലക്ഷനിൽ നിന്നാണ്. ഒരു ഡോണറിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്ത് അവരൊരു നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഡൊണേഷന് സ്വീകരിക്കുന്നുള്ളൂ. ഈ ഡോണർസ് നൽകുന്ന രക്തം വീണ്ടും നമ്മൾ ഡിസീസ് സ്ക്രീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, HIV, സിഫിലിസ്, മലേറിയ, ഈ ഡിസീസസ് എല്ലാം തന്നെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ ഡൊണേഷൻ, ഒരു ഡോണർ രക്തബാങ്കിൽ വന്നെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് രക്തം നൽകാവുന്നതാണ്. 10 മിനിറ്റ് സമയമേ എടുക്കുന്നുള്ളൂ അയാൾക്ക് ഡൊണേഷൻ നടത്താനായിട്ട്. അതായത് സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതിനു മുന്നേ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തും. ഈ ഡോണറിന് ഈ ഡൊണേഷൻ കഴിഞ്ഞാൽ ഡോണർ സേഫ് ആകുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഡൊണേഷൻ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഡോണറിനെ സ്വീകരിക്കുന്ന രക്തം പേഷ്യന്റിന് സേഫ് ആകുമോ എന്ന് നോക്കാൻ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ്. അതായത് കളക്റ്റഡ് ബ്ലഡ് വീണ്ടും നമ്മൾ ഒരുപാട് ഡിസീസ് സ്ക്രീനിങ് കഴിഞ്ഞ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേക താപനിലയിൽ പ്രത്യേക യന്ത്രങ്ങളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്യുന്ന രക്തം എല്ലാ സ്റ്റെപ്പിലും നമ്മൾ അതിന്റെ ക്വാളിറ്റി ഇഷ്യൂ ചെയ്യുന്നത് വരെ ഉള്ള എല്ലാ ക്വാളിറ്റിയും ബ്ലഡ് സെന്ററിൽ ചെയ്യും. ഇഷ്യൂ ചെയ്ത് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് വാർഡിൽ എന്തൊക്കെയാണ് അവർ നോക്കേണ്ടത്, എന്തൊക്കെയാണ് അവർ നിരീക്ഷിക്കേണ്ടത് എന്നതിനും പ്രത്യേകം കാര്യങ്ങളുണ്ട്. ഈ നിരീക്ഷണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഡൊണേഷനും ട്രാൻസ്ഫ്യൂഷനും വളരെ സേഫ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പബ്ലിക്കിനുണ്ട്. ബ്ലഡ് ദാനം ചെയ്യാമോ എന്നുള്ള സംശയങ്ങൾ. 18 വയസ്സ് മുതൽ 65 വയസ്സുള്ള ഏതൊരു ആരോഗ്യമുള്ള ആൾക്കും ദാനം ചെയ്യാവുന്നതാണ്.
പക്ഷെ അതിനുശേഷവും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവിടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് അണ്ടർഗോ ചെയ്ത് അവരുടെ സേഫ്റ്റി നന്നായി നോക്കിയതിന് ശേഷമാണ് രക്തം സ്വീകരിക്കുന്നത്. അതായത് രക്തദാതാവിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, അയാളുടെ ആരോഗ്യം അതുപോലെ തന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് ഡൊണേഷൻ നടക്കുന്നത്. മിത്സ് എല്ലാം ഈ എത്രത്തോളം ഡൊണേറ്റ് ചെയ്യാം, ആർക്ക് ഡൊണേറ്റ് ചെയ്യാം, എപ്പോൾ ഡൊണേറ്റ് ചെയ്യാം, ഇതെല്ലാം രക്തബാങ്കിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷന് ഒന്നും കൂടെ വെരിഫൈ ചെയ്തിട്ട് രക്തം സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും പേടിക്കേണ്ട. ഈ മിത്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രക്തബാങ്കുകളെ സമീപിക്കാവുന്നതാണ്. അവിടെ ഇതെല്ലാം ഉത്തരം നൽകിയതിന് ശേഷമേ രക്തം സ്വീകരിക്കുന്നുള്ളൂ. ഡൊണേഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരെയും ആകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ബ്ലഡ് ഡോണറിനെ നമ്മൾ ഡൊണേഷൻ കഴിഞ്ഞാൽ അവർ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ തിരിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമേ വിടുന്നുള്ളൂ. അവരുടെ അന്നേ ദിവസം അവർ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, അന്നേ ദിവസം ഡ്രൈവ് ചെയ്യരുത്, അന്നേ ദിവസം ജിമ്മിൽ പോകുന്നവർ ആ ഒരു ദിവസം ഒഴിവാക്കുക. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ഉപദേശം നൽകിയിട്ടാണ് വിടുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും അവർക്ക് ബ്ലഡ് ബാങ്കിൽ ആരാഞ്ഞിട്ട് പോകാവുന്നതാണ്. എല്ലാ സംശയം തീർത്തിട്ട് രക്തബാങ്കിൽ നിന്ന് രക്തദാതാവിനെ വിടുന്നുള്ളൂ. അവർക്ക് ഇനിയും ഒരു രക്തദാനത്തിന് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും രക്തദാനത്തിന് ശേഷം വിടുന്നത്. അതായത് ഒരു സംശയങ്ങളോടുകൂടിയും പോകേണ്ട ആവശ്യമില്ല. എല്ലാ സംശയങ്ങളും തീർത്തിട്ട് തന്നെ പോകാം. ഈ പ്രത്യേക ദിവസം വേൾഡ് ബ്ലഡ് ഡോണർ ഡേ നമ്മൾ ആചരിക്കുന്നത് സന്നദ്ധ രക്തദാനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ സന്നദ്ധ രക്തദാനം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, സന്നദ്ധ രക്തദാതാക്കളായി മുന്നോട്ട് വരണമെങ്കിൽ അവരൊരു സേഫ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം. ഒരു സേഫ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ മാത്രമേ ഈ അസുഖങ്ങളെല്ലാം മാറ്റി നിർത്താൻ പറ്റുള്ളൂ. ഇന്നേ കാലത്ത് നമുക്ക് ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസവും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാലമാണ്. അപ്പൊ ഈ സേഫ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ നമ്മുടെ യുവതലമുറ മുന്നോട്ട് വന്നാൽ നമുക്കൊരു സേഫ് സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യാനും പറ്റും, നല്ലൊരു പോപ്പുലേഷനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ആചരിക്കുന്നതിൽ കൂടി നമ്മൾക്ക് കൺവേ ചെയ്യാനുള്ളത്. പബ്ലിക്കിനുള്ള കൺവേ ചെയ്യുന്ന തീം ഇതാണ്. ഈ ദിവസത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന ഈ നോബിൾ ഡീഡിൽ പങ്കെടുക്കുക. എല്ലാവരും ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹെൽത്തും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.